ഡോക്ടർ ഷംസുദ്ദീൻ, ശർക്കരയും പഞ്ചസാരയും പ്രമേഹ രോഗികൾ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശർക്കരയും പഞ്ചസാരയും രണ്ടിൻ്റെയും ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം എത്ര വേഗതയിലാണ് രക്തത്തിൽ ഗ്ലൂക്കോസിനെ കൂട്ടുന്നത് എന്നതിനാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുക. ഇത് രണ്ടും ഹൈ ആണ്. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 70 മുകളിൽ 70 മുതൽ 100 വരെ ഗ്ലൈസീമിക് ഇൻഡെക്സിനെയാണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ പഞ്ചസാരയ്ക്കും ശർക്കരയ്ക്കും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. രണ്ടും നല്ല രീതിയിൽ ഷുഗറിനെ കൂട്ടുന്നതാണ്. അതുകൊണ്ട് ഇത് രണ്ടും പ്രമേഹ രോഗികൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി പ്രമേഹമില്ലാത്ത ആളുകൾക്ക് പഞ്ചസാരയാണോ ശർക്കരയാണോ നല്ലത്? ശർക്കരയാണ് നല്ലത്. കാരണം പഞ്ചസാര ഹൈലി റിഫൈൻഡ് ആണ്. എന്താണ് റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ? റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഫൈബറും വൈറ്റമിൻസും മിനറൽസൊക്കെ ഒഴിവാക്കി അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കെമിക്കൽസൊക്കെ ചേർത്ത് ചെയ്യുന്നതിനാണ് റിഫൈൻഡ് എന്ന് പറയുക. അപ്പോൾ പഞ്ചസാര ഹൈലി റിഫൈൻഡ് ആണ്, എന്നാൽ ശർക്കര അത്ര റിഫൈൻഡ് അല്ല, അത് കുറച്ച് നാച്ചുറലാണ്. അതുകൊണ്ട് അതിൽ പൊട്ടാസ്യം, മെഗ്നീഷ്യം, അയൺ, കാൽഷ്യം ഇതിൻ്റെയൊക്കെ അളവ് നല്ലോണം ഉണ്ട്. മിനറൽസ് കുറച്ച് കൂടുതലാണ്. പ്രോട്ടീൻസും ഫാറ്റ്സൊക്കെ രണ്ടിലും പഞ്ചസാരയിൽ ഇതിൽ ഒരുപോലെയാണ്. അപ്പം താരതമ്യേന പ്രമേഹ രോഗികളല്ലാത്തവർക്ക് കുറച്ച് നല്ലത് ശർക്കരയാണ്. പഞ്ചസാര പ്രമേഹ രോഗികളല്ലാത്ത ആളുകളും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്.